ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രണ്ടാം പ്രതിയാണ്. ഈ എറണാകുളം ACJM കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. മോൻസൺ മാവുങ്കലാണ് ഈ കേസിലെ ഒന്നാം പ്രതി. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത്? ലിബീഷ്, ഇത് ഈ കേസിലെ ആദ്യഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ആദ്യഘട്ട കുറ്റപത്രത്തിൽ 3 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി തീർച്ചയായും മോൻസൺ മാവുങ്കൽ തന്നെയാണ്. രണ്ടാം പ്രതിയായിട്ടാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പേര് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മൂന്നാം പ്രതിയായി കെ സുധാകരന്റെ സുഹൃത്ത് എബിൻ എബ്രഹാം. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള എബിൻ എബ്രഹാം ആണ് ഇതിൽ മൂന്നാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ACJM കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കെ സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് മോൺസൺ വ്യാജ ഡോക്ടറാണ് എന്ന് കെ സുധാകരനെ നേരത്തെ അറിയാമായിരുന്നു. അതായത് കെ സുധാകരൻ ഈ സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും അതുപോലെ തന്നെ അവിടെ ഉഴിച്ചിലുണ്ടായിരുന്നു. ഇതിനൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് താൻ അവിടെ പോയത് എന്നാണ് കെ സുധാകരൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ കെ സുധാകരൻ ഈ കുറ്റപത്രത്തിൽ പറയുന്നത് കെ സുധാകരനെ ഇയാൾ വ്യാജ ഡോക്ടറാണ് എന്ന് അറിയാമായിരുന്നു, എന്നിട്ടും അത് മറച്ചുവെച്ചു എന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പിന്, ഈ പുരാവസ്തുക്കൾ വിൽക്കുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ കെ സുധാകരൻ കൂട്ടുനിന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ 420 120B പ്രകാരമുള്ള വകുപ്പുകളാണ് കെ സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇതാണ് കെ സുധാകരന് എതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ പരാതിക്കാരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, താൻ 25 ലക്ഷം രൂപ തന്റെ ക്ഷമാ നിയമപ്രകാരം ഡൽഹിയിൽ ചില തുക വിടുതൽ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയും മറ്റും 25 ലക്ഷം രൂപ മോൺസൺ മാവുങ്കലിന് നൽകിയും അതിൽ 10 ലക്ഷം രൂപ കെ സുധാകരന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിൽ ഒന്നാം സാക്ഷിയായിട്ടുള്ള ഈ മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവർ ഉണ്ട്. ഈ ഡ്രൈവറുടെ മൊഴി പ്രകാരം ഇത് താൻ കണ്ടു, കെ സുധാകരന് എണ്ണി തിട്ടപ്പെടുത്തി ഈ പണം കൊടുത്തത് താനാണ് എന്ന് ഇയാൾ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ ഈ കേസിലേക്ക് വരുന്നത്. ഈ കേസിന്റെ ഒരു ഇതുവരെയുള്ള ചോദ്യം ചെയ്യലും മറ്റും പരിശോധിച്ചാൽ അറിയാം, ആദ്യഘട്ടത്തിൽ കെ സുധാകരൻ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുടെ ബലത്തിലാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വരികയും ദീർഘനേരം ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ മോൺസൺ ഈ കെ സുധാകരൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വർഷത്തിന് ശേഷമാണ് തന്നെ പ്രതിയാക്കുന്നത്. അതായത് നേരത്തെ കേസ് എടുത്തപ്പോൾ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ 2ാം പ്രതിയാക്കി കേസെടുത്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വർഷത്തിന് ശേഷം തന്നെ പ്രതിയാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കെ സുധാകരന്റെ നിലപാടുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഒക്കെ തന്നെ ഈ വിധത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത്. അതുപോലെ തന്നെ മുൻ DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെത്തുകയും ചിത്രങ്ങൾ എടുക്കുകയും ഒപ്പം തന്നെ ഈ പുരാവസ്തുക്കൾ ഒറിജിനൽ ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിൽ ഒന്നും അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ തനിക്കെതിരെ മാത്രമാണ് നടപടികൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഈ കേസ് എന്നാണ് കെ സുധാകരന്റെ വാദം. അത് തന്നെയാണ് ഇദ്ദേഹം പലപ്പോഴായി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിലെ ആദ്യഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ലിബീഷ്, അശ്വതി, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷൻ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും എങ്ങനെ നേരിടുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്താണ് ഈ കേസിന്റെ തുടർ നടപടികൾ? തീർച്ചയായും ഈ വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുമെന്നുള്ള സജീവ ചർച്ചകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ
ഈ കുറ്റപത്രം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായി വളരെ നിർണായകമാണ്. അത് KPCC അധ്യക്ഷനായതുകൊണ്ട് തന്നെ സുധാകരന്റെ മാത്രമല്ല കോൺഗ്രസിന് മൊത്തത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് ഇത്. എന്തായാലും ഇത് കോടതിയിലായിരിക്കും ഇനി ഇതിനെ മറ്റ് നടപടി ക്രമങ്ങളിലേക്ക് കടക്കുക. കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇതിന്റെ ഹിയറിംഗും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. ആ ഘട്ടത്തിൽ സുധാകരൻ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാൻ ഉള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അതായിരിക്കും ഇതിന്റെ അടുത്ത നടപടിക്രമങ്ങളായിട്ട് പോവുക. എന്തായാലും CJM കോടതിയിലും ഒപ്പം തന്നെ ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ വിഷയത്തിലുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് എടുത്ത കേസിലാണ് ഇപ്പോൾ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ കൂടി ഉണ്ട്. അതും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. പോക്സോ കേസ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പക്ഷേ രാഷ്ട്രീയമായി സുധാകരന് വലിയ തിരിച്ചടിയായിരിക്കും. സുധാകരന് മാത്രമല്ല കോൺഗ്രസിന് മൊത്തത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. ലിബീഷ്, അശ്വതി, മോൻസൺ മാവുങ്കലിനെ അറിയില്ല എന്ന് ഒരു ഘട്ടത്തിലും സുധാകരൻ പറഞ്ഞിട്ടില്ല. ഇതൊരു സാമ്പത്തിക തട്ടിപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഈ മോൻസൺ മാവുങ്കലിനുമായി സുധാകരനുള്ള അടുത്ത ബന്ധം തെളിയിക്കാവുന്ന രീതിയിലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലിബീഷ്, ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ ഇതിനെ നേരത്തെ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ ഒക്കെ തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാട് നടക്കുന്ന സമയത്ത്, ഈ പണം കൈമാറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകം. മാത്രമല്ല സാക്ഷിമൊഴികളും വളരെ സ്ട്രോങ് ആണ്. ഈ മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവറുടെ മൊഴിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇയാളാണ് പ്രധാന സാക്ഷിയായിട്ട് വരിക. ഈ ഡ്രൈവർ പറയുന്നത് താനാണ് ഈ പണം എണ്ണി തിട്ടപ്പെടുത്തി സുധാകരന് കൈമാറിയത് എന്നാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ആദ്യം മുതലേ ഈ സാക്ഷി പറയുന്നത്. അത് മാത്രമല്ല അത് എന്തിനൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലുള്ളത്. എന്തായാലും അക്കാര്യങ്ങളിൽ ഊന്നിയും അതുപോലെ തന്നെ ഈ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മാത്രമല്ല ഈ സുധാകരൻ അവിടെ പോയി എന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുന്നില്ല. അത് താൻ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതായത് മാധ്യമങ്ങളോടടക്കം അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. താൻ അവിടെ പോയിരുന്നു, ഒരു ചികിത്സ എന്ന രീതിയിലാണ് പോയിരുന്നത്. മറ്റു കാര്യങ്ങളൊന്നും മോൺസൺ മാവുങ്കലിനെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ പുരാവസ്തുക്കൾ വ്യാജമാണ് എന്ന കാര്യം അറിയാമായിരുന്നു തുടങ്ങിയ വിശദാംശങ്ങളാണ് കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കുറ്റപത്രത്തിൽ അക്കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളെ ഈ സുധാകരൻ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതായിരിക്കും ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ട് ഉണ്ടാവുക. ലിബീഷ്, ശരി അശ്വതി.